ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിന്റെ ഒഫീഷ്യലായിട്ടുള്ള പേര് ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും പലർക്കും അത് അറിഞ്ഞുകൂടായിരിക്കും. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഈ ഒരു തിയേറ്ററിന്റെ ശരിക്കുള്ള പേര് കേട്ടിട്ടുള്ള ആളുകൾ ഒരു 1% താഴെ ആയിരിക്കും. ഈ ഒരു തിയേറ്ററിന്റെ പേരെന്ന് പറയുന്നത് ആലിക്കൽ സിനിമാസ് ആണ് കേട്ടോ. ആലിക്കൽ സിനിമാസ് പട്ടാമ്പി. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഒരു തിയേറ്ററിനെ പറ്റി കേട്ടിട്ടുണ്ട്? അതെ, ഒഫീഷ്യലായി നല്ലൊരു പേരുണ്ടായിട്ടും ആ പേരിന് പകരം അതിലും മനോഹരമായ മറ്റു 2 പേരുകളിൽ ഇവിടുത്തെ 2 സ്ക്രീനുകളും അറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ പട്ടാമ്പി ആലിക്കൽ സിനിമാസിന് 2 സ്ക്രീനുകളാണ് ഉള്ളത്. ഇനി പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. സ്ക്രീൻ 1 അങ്ങനെ ഒരു വിശേഷണം ഇവിടെ ഇല്ല. അതായത് ഒന്നാമത്തെ സ്ക്രീനിനെ കൃഷ്ണ സിനിപ്ലക്സ് എന്നും രണ്ടാമത്തെ സ്ക്രീനിനെ ദേവ് സിനിപ്ലക്സ് എന്നും ഇന്നാട്ടുകാരെ സ്നേഹത്തോടെ കൃഷ്ണദേവ് തിയേറ്റർ എന്ന് പറയും. സോ പട്ടാമ്പിയുടെ സ്വന്തം കൃഷ്ണദേവ് തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം. തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടാമ്പി ടൗണിൽ നിന്ന് പള്ളിപ്പുറം റോഡിൽ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു തിയേറ്ററിന്റെ പഴയ പേര് ഷനൂജ് എന്നും അതിനുശേഷം മതിലകം മൂവീസ് എന്നുമായിരുന്നു. അതിനുശേഷം 2015 ഏപ്രിൽ 4 മര്യാദരാമൻ എന്ന സിനിമയോട് കൂടിയിട്ട് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ കൃഷ്ണ ആൻഡ് ദേവ് സിനിപ്ലക്സ്, അതായത് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ആലിക്കൽ സിനിമാസ് ആയിട്ട് ഈ ഒരു തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിയേറ്ററിന്റെ മുൻവശത്താണ്. അതുപോലെ തന്നെ 2 വശങ്ങളിലുമായിട്ടും അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ ഈ ഒരു തിയേറ്ററിനുണ്ട്. ഇനി ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രേ ആൻഡ് ഒരു ഓറഞ്ച് കളർ കോമ്പിനേഷനിൽ ACP വർക്കും അതുപോലെ തന്നെ ധാരാളമായിട്ട് ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ലുക്കിലാണ് ബിൽഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കൃഷ്ണ സിനിപ്ലക്സ് എന്നും ദേവ് സിനിപ്ലക്സ് എന്നും 2 തന്നെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിന്റെ പേര് ആലിക്കൽ സിനിമാസ് ആണെന്ന് ഞാൻ മുന്നിൽ പറഞ്ഞല്ലോ. എന്നിരുന്നാലും ഇത് ആളുകളുടെ ഇടയിൽ പോപ്പുലർ ആയിരിക്കുന്ന പേര് കൃഷ്ണ ആൻഡ് ദേവ് സിനിപ്ലക്സ് എന്നാണ്. അതൊരു 2 തിയേറ്റേഴ്സ് ഒരു തിയേറ്റർ കോമ്പൗണ്ടിൽ എങ്ങനെയുണ്ടോ ആ രീതിയിൽ തന്നെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം 2നും 2 പേര് കൊടുത്ത്, അതുപോലെ തന്നെ തിയേറ്ററിന്റെ സ്ലിപ്പുകളാണെങ്കിലും 2 സ്ലിപ്പുകൾ കൃഷ്ണ സിനിപ്ലക്സ് എന്നും ദേവ് സിനിപ്ലക്സ് എന്നും സ്ലിപ്പുകൾ സെപ്പറേറ്റ് കൊടുത്ത് ആ രീതിയിൽ തന്നെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിന്റെ ലോബിയിലേക്ക് കയറിയിട്ട് നമുക്ക് അകത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. പഴയ മതിലകം മൂവീസിന്റെ ആ ഒരു മുൻഭാഗം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു തിയേറ്ററിന്റെ ലോബി ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആകെ ലുക്കൊക്കെ മാറ്റി നല്ല മനോഹരമായിട്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ലോബി ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇരിപ്പിടങ്ങൾ, അത് ഈ തിയേറ്ററിലെ സീറ്റുകൾ തന്നെ ഇരിപ്പിടങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ ആ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്ന തൂണുകളൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കൃഷ്ണദേവ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തിയേറ്ററിന്റെ കഫ്റ്റീരിയ നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം എല്ലാ ഐറ്റംസും പെപ്സി അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കിട്ടുന്ന ഒരു അഫോർഡബിൾ റേറ്റ് കിട്ടുന്ന ഒരു കഫ്റ്റീരിയാണ് ഈ ഒരു തിയേറ്ററിനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തിയേറ്ററിന്റെ ബോക്സ് ഓഫീസ്, അത് ഈ ഒരു ബോക്സ് ഓഫീസ് ശരിക്കും ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ഈ ഒരു തിയേറ്ററിന് പുറത്തുള്ള ഒരു ബോക്സ് ഓഫീസാണ് ടിക്കറ്റ് കൗണ്ടർ ആയിട്ട് കൊടുക്കുന്നത്. അതായത് പഴയ മതിലകം മൂവീസിന്റെ ടിക്കറ്റ് കൗണ്ടർ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു തിയേറ്ററിന് ഉപയോഗിക്കുന്നത്. ബുക്ക് മൈ ഷോ ആണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് പാർട്ണർ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് സ്ക്രീൻ 1 130 200 അതുപോലെ തന്നെ സ്ക്രീൻ 2 105 രൂപയാണ്. UPI പേയ്മെന്റും ക്യാഷ് പേയ്മെന്റും ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വശങ്ങളിലുള്ള വരാന്തയിലൂടെയാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ 2 സ്ക്രീനുകളിലേക്ക് എൻ്റർ ആവുന്നത്. അതിൽ തന്നെ സ്ക്രീൻ 1 സൺ സർക്കിൾ എന്നും മൂൺ സർക്കിൾ എന്നുള്ള 2 ക്ലാസ്സുകളുണ്ട്. അതിൽ ഈ ഒരു ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ സോഫ സീറ്റുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെയുള്ള സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത് പണ്ട് ബാൽക്കണി ഉള്ള തിയേറ്റർ ആയിരുന്നു എന്ന്. എന്നാൽ ബാൽക്കണി ഇല്ലാത്തൊരു തിയേറ്ററിനെ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആക്കിയപ്പോൾ ഇത്തരത്തിൽ ഹൈറ്റിൽ ബാക്കിലത്തെ സീറ്റിംഗ് വന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വരാന്തയുടെ ഇരുവശങ്ങളിലായിട്ട് ലേഡീസ് ആൻഡ് ജെന്റ്സ് വാഷ്റൂംസും ഉണ്ട്. അപ്പൊ എന്നാൽ നമുക്ക് നേരെ സ്ക്രീൻ 1 അല്ലെങ്കിൽ കൃഷ്ണ സിനിപ്ലക്സിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ കൃഷ്ണദേവ് സിനിപ്ലക്സിന്റെ സ്ക്രീൻ 1 കൃഷ്ണയുടെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പഴയ ഷനൂജ് തിയേറ്റർ, അതിനുശേഷം മതിലകം തിയേറ്റർ, അതിനുശേഷമാണ് ഈ ഒരു തിയേറ്റർ കൃഷ്ണദേവ് സിനിപ്ലക്സ് എന്ന പേരിലേക്ക് വന്നത്. അപ്പോൾ പഴയ മതിലകം മൂവീസ് അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു, ബാൽക്കണി ഇല്ലാത്തൊരു തിയേറ്റർ ആയിരുന്നു. ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഹാളിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു പ്രധാന ഏരിയ, അതായത് പിന്നിൽ നിന്ന് ഏകദേശം ഒരു മിഡിലിന് മുന്നിലേക്കുള്ള ഭാഗം വരെ വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു സ്ക്രീൻ 1 കൃഷ്ണ എന്ന പേരിലും, ഇതിനപ്പുറത്തേക്ക് അതായത് പഴയ മതിലകം മൂവീസിൻ്റെ സ്ക്രീൻ നിന്നിരുന്ന ഭാഗം ഇപ്പോഴത്തെ ദേവ് എന്ന പേരിലും, അങ്ങനെയാണ് ഈ ഒരു തിയേറ്ററിൻ്റെ 2 സ്ക്രീനുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ മതിലകം മൂവീസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഹാളായിരുന്നു കേട്ടോ, ബാൽക്കണിയോ ബോക്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഒറ്റ ഹാളായിരുന്ന തിയേറ്ററിന് ഇപ്പോൾ കാണുന്ന രീതിയിൽ സ്റ്റേഡിയം ടൈപ്പിൽ, അതായത് ടോപ്പിലേക്ക് ഹൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കൃഷ്ണ എന്ന ഈ ഒരു ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ മതിലകം മൂവീസിനെ പറ്റി പട്ടാമ്പിക്കാർക്ക് ധാരാളം നല്ല നല്ല ഓർമ്മകളുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സിനിമകൾ
ഹിന്ദി സിനിമകൾ. അന്നൊരു ബി ക്ലാസ് തിയേറ്റർ ആയിരുന്നിട്ട് കൂടി ധാരാളം ദിവസങ്ങളിൽ ഹൗസ്ഫുൾ ഷോകളായിട്ട് ഈ ഒരു തിയേറ്ററിൽ, അതായത് മതിലകം മൂവീസിൽ കളിച്ചിട്ടുണ്ട്. ധൂം എന്ന സിനിമയൊക്കെ ഏകദേശം 60 ദിവസത്തിന് മുകളിൽ ഈ ഒരു തിയേറ്ററിൽ കളിച്ചിട്ടുണ്ട്. അന്നൊരു ബി ക്ലാസ് സെൻറ്റർ ആയിരുന്നിട്ട് കൂടി ഒരു ഹിന്ദി സിനിമയൊക്കെ 50 ദിവസത്തിന് മുകളിൽ ഓടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കോർഡ് ഇടേണ്ട സംഗതിയാണ് കേട്ടോ. അപ്പോൾ പഴയ മതിലകം മൂവീസ് അക്കാലത്തും സൗണ്ടിന് വളരെ ഫേമസ് ആയിരുന്നു. പട്ടാമ്പിയിലെ ആദ്യത്തെ DTS സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ ഈ ഒരു മതിലകം മൂവീസാണ്. അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ആദ്യത്തെ ഡോൾബി സറൗണ്ട് സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നത് മതിലകം മൂവീസാണ്. അപ്പോൾ ആ ഒരു പേരും പെരുമയും പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ കൃഷ്ണദേവ് സിനിപ്ലക്സ് ആയിട്ട് പട്ടാമ്പിക്കാർക്ക് ലഭിച്ചപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് പറയാം. കാരണം പട്ടാമ്പിയിലെ ഏറ്റവും മികച്ച സൗണ്ട് സിസ്റ്റം ഏത് തിയേറ്ററിലാണെന്ന് ഇവിടെ ആരോട് ചോദിച്ചാലും അതിൽ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുക അത് കൃഷ്ണദേവ് സിനിപ്ലക്സിലാണെന്നായിരിക്കും. പിന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റിൽ ഒരു ഗ്രേ കളറിലുള്ള ടൈൽസും അതിന് മുകളിലേക്ക് ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റിൽ വുഡ് കൊണ്ടുള്ള ആ ഒരു പഴയ രീതിയിലുള്ള വർക്കും അതിന് മുകളിലേക്ക് ഒരു എന്താ പറയുക മെറൂൺ കളറിലുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക 2000 കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരു ഇൻറ്റീരിയറിലെ ആ ഒരു രീതിയിലുള്ള വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ അതേ രീതിയിലുള്ള ആ ഒരു വർക്ക് തന്നെ ഗ്രേ കളറിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ വളരെ മനോഹരമായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വുഡ് വർക്കിനോട് ചേർന്നിട്ട് ഒരു എന്താ പറയുക വാം കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം എന്താ പറയുക കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്ന രീതിയിലാണ് ഈ ഒരു കൃഷ്ണ സ്ക്രീനിൻ്റെ ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ സീറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെയുള്ള ഏറ്റവും പുതിയ മോഡലല്ല, അതിന് തൊട്ട് മുന്നുള്ള മോഡലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് ഇവിടുത്തെ നോർമൽ ക്ലാസ്സിലുള്ളത്. ആകെ മൊത്തം 302 സീറ്റുകളും ഈ കാണുന്ന രീതിയിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. കപ്പ് ഹോൾഡറൊക്കെ ഉണ്ട്. ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറും കാര്യങ്ങളും എല്ലാം ടൈൽസാണ് വിരിച്ചിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് തന്നെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിനോവേഷനൊക്കെ കഴിഞ്ഞ് ഈ ഒരു തിയേറ്റർ കൃഷ്ണദേവ് സിനിപ്ലക്സ് ആയിട്ട് ഓപ്പൺ ആയ സമയത്ത് ഇതിന് പിന്നിലെ സോഫ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ അടുത്തൊരു മേജർ റിനോവേഷൻ്റെ ടൈമിലാണ് ഇവർ പിന്നിലെ സോഫ സീറ്റുകൾ കൂടി ആഡ് ചെയ്തത്. നമുക്ക് എന്തായാലും ആ സീറ്റുകൾ കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഹാളിൻ്റെ ഏറ്റവും പിന്നിലത്തെ ഈ ഒരു 2 നിരയിലാണ് സോഫ സീറ്റുകൾ ക്രമീകരിച്ചിരുന്നത്. നേരത്തെ നോർമൽ സീറ്റുകളായിരുന്നപ്പോൾ 3 തരം സീറ്റുകൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇരിക്കാനൊക്കെ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള സോഫ സീറ്റുകളാണ്. ടിക്കറ്റ് ചാർജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നോർമൽ സീറ്റുകൾക്ക് 130 രൂപയും സോഫ സീറ്റുകൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ ഈ ഒരു സോഫ സീറ്റ്സിൽ ഇരുന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് എന്താ പറയുക സ്ക്രീനിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ധാരാളം തിയേറ്ററുകളിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഈസി ആയിട്ട് ഒരു തിയേറ്ററിൻ്റെ സ്റ്റേജിൽ കയറാൻ സാധിക്കുന്നത് വളരെ അപൂർവമാണ്. കാരണം ഏതൊരു കൊച്ചു കുട്ടിക്കും നേരെ ഓടി വന്ന് കയറാവുന്ന പോലെയാണ് ഇവിടുത്തെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പഴയ ഫയർ ബക്കറ്റ്സ് ഉണ്ടല്ലോ, ഫയർ ബക്കറ്റ്സ് പല തിയേറ്ററുകളിലും തൂക്കിയിട്ടുണ്ടെങ്കിലും അത് ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് വളരെ അപൂർവമാണ്. കാരണം മിക്ക തിയേറ്ററുകളിലും ആധുനികമായിട്ടുള്ള ഫയർ എക്സ്റ്റിങ്വിഷർ സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ സ്റ്റേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക നമുക്കൊരു മനസ്സിനൊരു നിറവ് തോന്നുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 34 അടിയോളം വീതിയും അതുപോലെ തന്നെ ഒരു 15 അടിയോളം ഹൈറ്റുമുള്ള ഒരു സിൽവർ സ്ക്രീനാണ്. ചെറിയൊരു കർവോട് കൂടിയിട്ടുള്ള സ്ക്രീനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബാർക്കോയുടെ 4K ലേസർ പ്രൊജക്ഷനാണ്. നേരത്തെ ഞാൻ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പട്ടാമ്പിയിലെ ആദ്യത്തെ 4K പ്രൊജക്ഷനും ഈ ഒരു തിയേറ്ററിലാണ്. ഇനി സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ്. അതിൽ തന്നെ ഒരു 6 സബ്വൂഫറുകൾ ഈ ഒരു സ്റ്റേജിലും 4 സബ്വൂഫറുകൾ ഈ ഒരു ഹാളിൻ്റെ ഇരുവശങ്ങളിലുണ്ട്. അങ്ങനെ ആകെ മൊത്തം 10 സബ്വൂഫറുകൾ ഈ ഒരു ഹാളിൽ കയറിയിട്ടുണ്ട്. സോ ഈ ഒരു 10 സബ്വൂഫറിൽ നിന്നുള്ള ഒരു ഡീപ്പായിട്ടുള്ള ബേസും അതോടൊപ്പം നന്നായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഒക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പട്ടാമ്പിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററുകളിൽ ഒന്നായിട്ട് ഈ ഒരു കൃഷ്ണദേവ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും പട്ടാമ്പിയിലെ ആദ്യത്തെ 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ നിന്ന് നമുക്കൊരു വിഷ്വൽ കൂടി കണ്ടു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ.
അങ്ങനെ നമ്മൾ കൃഷ്ണദേവ് സിനിപ്ലക്സിൻ്റെ സ്ക്രീൻ 2 ദേവിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്താ പറയുന്നത്, വളരെ ചെറിയൊരു ഓഡിറ്റോറിയം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ 123 സീറ്റുകളാണ് ആകെ മൊത്തം ഉള്ളത്. സോഫ സീറ്റുകളൊന്നുമില്ല, നമ്മുടെ നോർമൽ പുഷ് ബാക്ക് സീറ്റുകളാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്ക്രീൻ 1 എങ്ങനെയുള്ള ഇൻറ്റീരിയർ കണ്ടോ അതേ രീതിയിലുള്ള ഇൻറ്റീരിയറിൻ്റെ തന്നെ ഒരല്പം കളർ ചേഞ്ചിലുള്ള മോഡലാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ധാരാളമായിട്ട് ടോപ്പിൽ വൈറ്റ് കളറുള്ള ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ കളർ എനിക്ക് പേഴ്സണലി സ്ക്രീൻ 1 കണ്ടതിനേക്കാളും അല്പം ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രീൻ 2 വന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ലെഗ് സ്പേസ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിൻ്റെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 105 രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പേഴ്സണലി വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ 1 4K ലേസർ ഡോൾബി അറ്റ്മോസ് ആണ്, അവിടെ 130 രൂപ ടിക്കറ്റ് ചാർജ് വരുന്നു. സ്ക്രീൻ 2 2K ഡോൾബി 7.1 ആണ്. കമ്പാരിറ്റീവ്ലി സ്പെക്സ് കുറവാണ്, ഹാളിൻ്റെ ആ ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളും കുറവാണ്. അങ്ങനെ വന്നപ്പോൾ ഇവർ ആ ഒരു ടിക്കറ്റ് ചാർജിലും ആ ഒരു കുറവ് വരുത്തി പ്രേക്ഷകരൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ 110 രൂപയായിരുന്നു, അപ്പോൾ നമ്മുടെ GST ഇളവൊക്കെ വന്നപ്പോൾ 105 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും തിയേറ്ററുകളൊരു മാതൃകയാക്കേണ്ട കാര്യമായിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പെക്സ് കുറയുമ്പം അതിനൊന്ന് ചാർജ് കുറച്ച് കൊടുക്കുന്നതൊക്കെ പ്രേക്ഷകർക്കൊരു സപ്പോർട്ട് കിട്ടുന്ന പോലെയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ സ്ക്രീൻ സൈസുള്ള തിയേറ്ററുകളിലൊന്നാണ്. ഏകദേശം ഒരു 21 അടിയോളം വീതിയും 9 അടിയോളം ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് ഈ ഒരു ഹാളിൽ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ ഹാളിൻ്റെ ഫ്രണ്ടിൽ 2 സബ്വൂഫറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രൊജക്ഷൻ വരുന്നത് NECയുടെ 2K പ്രൊജക്ഷനാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഒരു കൃഷ്ണദേവ് സിനിപ്ലക്സിൻ്റെ മാനേജറായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണേട്ടൻ അതുപോലെ തന്നെ വൈജേട്ടൻ ഇവർ രണ്ടുപേരുണ്ട്. അപ്പോൾ നമ്മുടെ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻറ്റോ കൂടി ഈ ഒരു തിയേറ്ററിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പട്ടാമ്പിയിലെ കൃഷ്ണദേവ് സിനിപ്ലക്സിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ മതിലകം തിയേറ്റർ ആയിരുന്നപ്പോൾ പട്ടാമ്പിക്കാർക്ക് ആദ്യത്തെ DTS സൗണ്ട് സിസ്റ്റം ഈ ഒരു തിയേറ്റർ സമ്മാനിച്ചു. അതിനുശേഷം ഡോൾബി സറൗണ്ട് സൗണ്ട് സിസ്റ്റവും പട്ടാമ്പിക്കാർക്ക് ആദ്യമായിട്ട് ഈ ഒരു തിയേറ്ററിൽ നിന്ന് അനുഭവിക്കാൻ പറ്റി. പിന്നീട് പുതിയ മാനേജ്മെൻറ്റ് കീഴിൽ ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആയപ്പോഴും പട്ടാമ്പിക്കാർക്ക് ഇവിടുത്തെ ആദ്യത്തെ 4K പ്രൊജക്ഷനും ആദ്യത്തെ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റവും ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ കാലം എത്ര കഴിഞ്ഞാലും പട്ടാമ്പിക്കാരുടെ പ്രിയപ്പെട്ട തിയേറ്ററുകളിലൊന്നായിട്ട് ഇന്നും നിലനിൽക്കുന്ന പഴയ മതിലകം തിയേറ്റർ ഇപ്പോഴത്തെ കൃഷ്ണദേവ് സിനിപ്ലക്സിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.